എൻ ലാൽകുമാർ, KPCC ഒരു അന്വേഷണ സമിതി നിയോഗിച്ചിരിക്കുകയാണ്. മുൻപൊരു അന്വേഷണ സമിതി ഉണ്ടായിരുന്നു, അതിന്റെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. നോക്കൂ, അപ്പോൾ ആ അന്വേഷണ സമിതിയുടെ തെളിവെടുപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത് തെളിവ് സഹിതം നമ്മുടെയൊക്കെ മുന്നിലുണ്ട്. ആ തെളിവിന്റെ മേളിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് ഇന്ന് ടി സിദ്ദീഖ് പറയുന്നത്, ഇപ്പോൾ നിയോഗിച്ച അന്വേഷണ സമിതി എന്ത് കണ്ടെത്തുന്നോ അത് മാത്രമാകും ഞങ്ങൾ വിശ്വസിക്കുക, അതിന്മേൽ മാത്രമാകും ഞങ്ങളുടെ നടപടി. ഈ സംവിധാനത്തെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്ന് മാത്രമല്ല, സാധാരണ നിലയിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പാർട്ടി കോടതികൾക്കെതിരെ നഖശിഖാന്തം എതിർപ്പ് പ്രകടിപ്പിക്കുന്ന കോൺഗ്രസുകാരാണ് ഞങ്ങളുടെ കമ്മിറ്റിയെ മാത്രം ഞങ്ങൾ വിശ്വസിക്കും, അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഞങ്ങൾ നടപടിയെടുക്കുമെന്ന് പറയുന്നത്. കേൾക്കാൻ ഒരു രസമൊക്കെ ഇല്ലേ? എനിക്ക് കേട്ടപ്പോ രസമൊക്കെ തോന്നി. കാര്യം ഇവർക്കും ഇങ്ങനെ നോക്കൂ, ഒരു പാർട്ടി അദ്ദേഹത്തിന്റെ അവരുടെ സമ്പന്നതനായ ഒരു നേതാവിന്റെ കടന്നുപോക്കുമായി ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തുന്നതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ആ ആത്മഹത്യയിലേക്ക് അദ്ദേഹത്തെ തള്ളിവിട്ടത് ആര് എന്നുള്ള ചോദ്യത്തിനല്ലേ മറുപടി പറയേണ്ടത്? ഒരു അന്വേഷണ കമ്മിറ്റിയെ വെക്കുന്നു, ഈ അദ്ദേഹത്തിന്റെ ആത്മഹത്യയെ കുറിച്ച് അന്വേഷിക്കുന്നു. ശരി, എന്നെ കേൾക്കുന്ന ജനങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്, അദ്ദേഹം എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു, എന്തിന് ആത്മഹത്യ ചെയ്തു, അതിന്റെ കാരണം എന്ത്? അതിന് കാരണം കോൺഗ്രസാ. നോക്കൂ, അദ്ദേഹത്തിന്റെ ഗ്രീവൻസസ് എല്ലാം കൂടെ ഹി വാണ്ടഡ് ടു ഇൻഫോം ഇറ്റ് ടു KPCC പ്രസിഡന്റ്. അദ്ദേഹം അത് ചെയ്തു. എന്നിട്ട് എന്താ സംഭവിച്ചേ? അത് അവിടെ എവിടെയോ കിടപ്പുണ്ട് കത്ത്. ശരി, അത് കഴിഞ്ഞ് അദ്ദേഹം ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? തിരിഞ്ഞു നോക്കിയില്ല. അതിനെ അടിസ്ഥാനപ്പെടുത്തി ആ ബുദ്ധിമുട്ടിന്റെ ഭാഗമായി അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വരുന്നു. എന്നിട്ട് ആ ആത്മഹത്യയെ കുറിച്ച് അന്വേഷണം ബെസ്റ്റ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇതിനകത്ത്. നോക്കൂ, കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പരാമർശം വന്നല്ലോ തിരുവഞ്ചൂരുമായി ബന്ധപ്പെട്ട്. തിരുവഞ്ചൂരും കൂട്ടും, തിരുവഞ്ചൂർ വ്യക്തിയല്ല, പാർട്ടി അദ്ദേഹത്തെ നിയോഗിച്ചതായിരിക്കും. തിരുവഞ്ചൂർ പോകുന്നതിന് കാര്യം എന്താ? ഇവര് പറയുന്ന കാര്യം കോൺഗ്രസ്സുകാർ പോലും വിശ്വസിക്കുന്നില്ല എന്ന് കോൺഗ്രസിന് മനസ്സിലായതുകൊണ്ടാണ്. അത് എങ്ങനെയും ആ വിഷയം പാസിഫൈ ചെയ്തെടുക്കേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഓടിപ്പോകുന്നത്. അല്ല, നിഷ്പക്ഷമായ അന്വേഷണം നടന്നോട്ടെ, പോലീസ് അന്വേഷണത്തിനനുസരിച്ച് ഈ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല, പോലീസ് അന്വേഷിച്ചോട്ടെ. അതുകൂടാതെ ഇഷ്ടം പോലെ അവർക്ക് പറയാനുള്ളത് പൊതുസമൂഹത്തിൽ അവർ ആർട്ടിക്കിൾ 19(1)A പ്രകാരമുള്ള ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തോട്ടെ തന്നെ വിചാരിക്കാത്തെ. കാര്യം കുടുങ്ങും എന്നറിയാം. കാര്യം ഇവർക്ക് തന്നെ ഈ പല ആൾക്കാർക്കും ഇത് വിശ്വാസമില്ല. ഇവർ പറയുന്നത്, ഈ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്, അതുപോലെ തന്നെ സതീശന്റെ ഇതുമായി ബന്ധപ്പെട്ട പരാമർശത്തോട് കോൺഗ്രസിനകത്ത് തന്നെ എതിർപ്പുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഓടിച്ചെന്ന് എങ്ങനെയും ഇതൊന്ന് ഈ പ്രഷർ കുക്കർ വിഷയമുണ്ടല്ലോ, അത് എങ്ങനെയും ഒരു സേഫ്റ്റി വാൽവ് പോലെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടത്തിയത്. ഇതൊക്കെ നമുക്ക് മനസ്സിലാകും. അതും ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ അവർ നടത്തുമായിരിക്കാം, അത് നടക്കട്ടെ. പക്ഷേ ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർക്ക് ഒരു കാരണവശാലും ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. അത് കേരള സമൂഹത്തോട് എന്തുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ കോൺഗ്രസ് അഡ്രസ് ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം വസന്ത് ഇവിടെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ചർച്ചകളിലൊക്കെ പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞ അദ്ദേഹത്തെ പേഴ്സണലി ഞാൻ ഒന്നും പറയുന്നില്ല. കാര്യം അദ്ദേഹം കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. അദ്ദേഹത്തിന് വളരെ മാന്യമായി അദ്ദേഹത്തിന് പറയാനുള്ള എന്തെങ്കിലുമൊക്കെ പറയുന്നുള്ളതേ ഉള്ളൂ. ഈ IC ബാലകൃഷ്ണൻ അവിടെ നടക്കുന്നു എന്നുള്ള രീതിയിൽ വസന്ത് പറഞ്ഞു. ഇപ്പം ഇന്നലത്തെ റിപ്പോർട്ടറിന്റെ ചർച്ച IC ബാലകൃഷ്ണൻ എവിടെ എന്നുള്ള ചോദ്യമായിരുന്നു. കാര്യം IC ബാലകൃഷ്ണനെ കാണുന്നില്ല എന്നാണ് ഇന്നലെ ചാനലുകളെല്ലാം ഡിബേറ്റ് നടത്തിയത്. കാര്യം എന്താ? കേസ് ചാർജ് ചെയ്തു, അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ആന്റിസിപ്പേറ്ററി അദ്ദേഹം മൂവ് ചെയ്യായിരിക്കാം, അദ്ദേഹത്തിന്റെ ലീഗൽ റൈറ്റ് ആണ് ആന്റിസിപ്പേറ്ററി മൂവ് ചെയ്യുക എന്നാൽ അദ്ദേഹം മൂവ് ചെയ്യട്ടെ. പക്ഷെ ഞങ്ങൾ അതുവഴി നെഞ്ചു വിരിച്ച് നടക്കുന്നു. പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ, കൈരളിയല്ല മറ്റു മാധ്യമങ്ങൾ പോലും പറയുന്നത് IC ബാലകൃഷ്ണൻ ഇപ്പൊ അവിടെ കാണാനില്ല. അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. ആദ്യം അദ്ദേഹം തന്നെയാണ് പരാതി കൊടുത്തത്. എന്ത് പരാതി? എന്തോ അന്വേഷിക്കണം എന്നുള്ള പരാതിയോ? ഇദ്ദേഹം പറഞ്ഞില്ലേലും അന്വേഷിക്കും. പക്ഷെ ഈ പറയുന്ന കുത്തിത്തിരിപ്പുകളെല്ലാം നടത്തിയിട്ട് ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട് നോക്കൂ, ഈ പറയുന്ന ആരോപണങ്ങൾ ശരിയെങ്കിൽ IC ബാലകൃഷ്ണൻ ഇതിനകത്തൊരു പ്രശ്നക്കാരനാണ്. ആ IC ബാലകൃഷ്ണൻ പ്രശ്നക്കാരനായാൽ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന SP പരാതി കൊടുത്തു. ആ പരാതി അങ്ങനെ കൊടുത്തത് കൊണ്ട് എന്ത് എന്നുള്ള ചോദ്യമാണ്. നമ്മൾ പണ്ട് പറയത്തില്ലേ, ഒരു സ്ത്രീയെ പീഡിപ്പിച്ചിട്ട് ആ പീഡിപ്പിച്ചതിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് അയാൾ തന്നെ പറയുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് പറയുന്ന അവസ്ഥയാണ് ഇതിന്. നമ്മൾ അങ്ങനെ കുറച്ച് കഥകൾ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. നോക്കൂ, കോൺഗ്രസിന് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പുറത്തു പോകാൻ കഴിയില്ല. അവരുടെ യുവ നേതാക്കന്മാരെ, ഈ പറയുന്ന മുതിർന്ന നേതാക്കന്മാരെ പോലും വിശ്വസിപ്പിക്കത്തക്ക രീതിയിൽ ഒരു ആൻസർ ആ മനുഷ്യന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട്, ആത്മഹത്യയുമായി ബന്ധപ്പെട്ട്, അതിന്റെ കാരണവുമായി ബന്ധപ്പെട്ട്
കോൺഗ്രസിന് യഥാർത്ഥത്തിൽ വിശദീകരിക്കാൻ, കേരള സമൂഹത്തിനോട് വിശദീകരിക്കാൻ എന്നുള്ളത് പോട്ടെ, കോൺഗ്രസിനുള്ളിൽ അത് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. ഇപ്പൊ കുടുംബം മാറി പറഞ്ഞല്ലോ. നോക്കൂ, ഞാൻ ഒരു കാര്യം പറയാം. ഈ പറയുന്ന അതൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. തിരുവഞ്ചൂരും കൂട്ടരും ചെന്ന് എന്തായിരിക്കും അവിടെ ചെന്ന് പറയുക? എന്തായിരിക്കും പറയുക? ദയവ് ചെയ്ത് മാധ്യമങ്ങളെ കാണരുത്, ഉപദ്രവിക്കരുത്. ഇതാ പറയാൻ പോന്നേ. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ പരിഹരിച്ചോളാം. കാര്യം അവർക്കുള്ള പ്രശ്നം യഥാർത്ഥത്തിൽ പരിഹരിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് വളരെ സിമ്പിൾ ആയിട്ട് നടക്കും. കാര്യം കോൺഗ്രസ് പാർട്ടി സമ്പന്നമായ പാർട്ടിയാണ്, ദേശീയ പാർട്ടിയാണ്, രാജ്യത്തിന്റെ പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന പാർട്ടിയാണ്. അങ്ങനെ ഒരു പാർട്ടിക്ക് അവരുടെ കടം അഡ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമേ അല്ല. പക്ഷെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സതീശൻ ആദ്യം എന്ത് പറഞ്ഞു, അത് കഴിഞ്ഞ് ആ വീട്ടുകാരെന്ത് പറഞ്ഞു, അത് കഴിഞ്ഞ് വീണ്ടും ഡാമേജിങ് ആകും എന്ന് മനസ്സിലായപ്പോഴല്ലേ ഈ മാറ്റത്തിലേക്ക് വന്നത്. അപ്പൊ ആ പറയുന്ന ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതിന് കാര്യം പൊളിറ്റിക്കലി അല്ലെങ്കിൽ എല്ലാ തരത്തിലും ഡാമേജ് ഉണ്ടാകുമെന്ന് മനസ്സിലാവുന്നുണ്ട്. അവര് അവിടെ ചെന്ന് പറയാൻ പോകുന്നത് ദയവ് ഇത് പരസ്യ പ്രസ്ഥാനം ഒഴിവാക്കണം, നിങ്ങളുടെ പ്രശ്നങ്ങൾ പാർട്ടി പരിഹരിച്ചോളാം. പക്ഷെ അവര് ഈ പറയുന്ന സമൂഹത്തിന്റെ ഒരു പ്രശ്നം എന്നറിയോ, ഈ ആള് മരിച്ചു. ഒരു മരണം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന്റെ നഷ്ടമാണ്, ആ സ്റ്റേറ്റിന്റെ നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അതിന് സ്റ്റേറ്റിനോട് മറുപടി പറയേണ്ടതായിട്ടുണ്ട്, സംസ്ഥാനത്തോട് മറുപടി പറയേണ്ടതായിട്ടുണ്ട്, സമൂഹത്തോട് മറുപടി പറയേണ്ടത്. അതിൽ നിന്ന് ആ വീട്ടുകാർ അതിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്താൽ പോലും സമൂഹം ബാക്ക് ഔട്ട് ചെയ്യുമെന്ന് വിചാരിക്കേണ്ട, അത് നടക്കുന്ന കാര്യമല്ല. ശരി ശരി.